ഹായ് ഓൾ, വെൽക്കം ടു അനു സ്പൂൺ ഓഫ് മാജിക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, അര ചെറുനാരങ്ങാ നീര് എന്നിവ ചേർത്ത് 1 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചോറിന് ആവശ്യമായ സവാള നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് എല്ലാവരും കനം കുറഞ്ഞ് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചോറിന് വേണ്ട മസാലയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി സവാള ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഓയിലിലേക്ക് ഞാനൊരു 5 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാളേൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച ആ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മുളക് പൊടി ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഓയിൽ വരുന്നത് കാണാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ചിക്കൻ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടിയിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ വേവിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഡ്രൈ ആയി വേണ്ടവരാണെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാഷ്യൂ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കാഷ്യൂ മിക്സ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കാഷ്യൂ നട്ട് വെള്ളത്തിൽ കുതിർത്ത ശേഷം അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടേ. ഇനി അടുത്തത് നമുക്ക് ചോറാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്ന ശേഷം 3-4 ഏലക്ക, പട്ട, ഗ്രാമ്പൂ ചേർത്തൊന്ന് ചെറുതായി സോട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം കഴുകി വെച്ച അരി ചേർത്ത് 3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. നമ്മൾ എത്ര കപ്പാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം എടുക്കേണ്ടത്. വെള്ളം തിളക്കുമ്പോൾ ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഇടവിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായി ആദ്യം ഇളം ചൂടുള്ള പാലിൽ അല്പം കളർ മിക്സ് ചെയ്ത ശേഷം ചോറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കളർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പകരം മഞ്ഞൾപ്പൊടി ആയാലും മതി. ഇനി അവസാനമായിട്ട് നമുക്ക് ഈ ചോറും ചിക്കനും ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായി വറുത്ത് വെച്ച സവാള ഒന്ന് ഇതുപോലെ വിതറി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ചോറും ചിക്കനും നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ദമ്മിടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടി കട്ടിയുള്ള പാനിന് മുകളിലായി ഈ ചോറ് സെറ്റ് ചെയ്ത് വെച്ച പാത്രം വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും അത് ചെയ്യുന്നില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പുറത്തൊന്നും പോയി ബിരിയാണി വാങ്ങി കഴിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. താങ്ക്